ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളെ ഈ ആപത്തും കാത്തിരക്ഷിക്കണേ. കൊച്ചുകേശവന്റെ നിലവിളി അവിടുത്തെ ചെവികളിൽ കേൾക്കുന്നില്ലേ? അവനെ തിരുമുമ്പിൽ തടയിരുത്തിക്കൊള്ളാമേ. എന്റെ ഗുരുവായൂരപ്പ, കേശവ,
ആനയോട്ടം ആരംഭിക്കുകയായി. ഓട്ടത്തിന് തയ്യാറായി നിൽക്കുന്ന ആനകളുടെ മുമ്പിൽ ഗുരുവായൂർ കേശവൻ. ഇതാ ഗുരുവായൂർ കേശവൻ. ഇതാ കേശവൻ മുന്നോട്ട്. തൊട്ടുപുറകിൽ കുട്ടിക്കൃഷ്ണനുണ്ട്, രാമചന്ദ്രനുമുണ്ട്, മറ്റനേകം ആനകളും. പക്ഷേ എല്ലാ ആനകളെയും പിന്നിലാക്കിക്കൊണ്ട് ഗുരുവായൂർ കേശവൻ ഇതാ മുന്നേറുന്നു. കേശവൻ മുന്നേറിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ആനയോട്ടത്തിൽ വിജയിച്ച കേശവൻ ഇത്തവണയും മുന്നിൽ തന്നെ. ുള്ള എല്ലാ ആനകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കേശവൻ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കുട്ടിക്കൃഷ്ണൻ കേശവനോടൊപ്പം എത്തുന്നു. ഇല്ല, കേശവൻ തന്നെ. മറ്റെല്ലാ ആനകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇക്കൊല്ലവും ഇതാ ഗുരുവായൂർ കേശവൻ തന്നെ വിജയിച്ചിരിക്കുന്നു.
രക്ഷിക്കണേ, കേശവ രക്ഷിക്കണേ, ആ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, കേശവ രക്ഷിക്കണേ. കേശവ, ഈ ഹാരം ഭക്തന് കൊടുത്തേക്കട്ടെ. ഞാൻ പോവാട്ടോ. കേശവ, ഇനി വൈകിക്കണില്ല. നടയിൽ തൊഴുതിട്ട് നേരെ ഞങ്ങൾ ചാവട്ടേക്ക് പോവാ. പോവാ തടിഡിപ്പോയിലേക്ക്. തടി പിടിക്കാൻ പോണത് കേശവന് ഇഷ്ടമില്ലാത്താണല്ലോ. തടിഡിപ്പോ നടത്തുന്ന മാമൂട്ടിൽ മൂത്താൻ ഗുരുവായൂരപ്പന് വേണ്ടപ്പെട്ട ആളാണല്ലോ എന്ന് കരുതി ദേവസ്വം അങ്ങോട്ട് സമ്മതിക്കുന്നേ ഉള്ളൂ. അപ്പൊ പുറപ്പെടാം. ഇത്തിരി തേൻ കുടിക്കാമെന്ന് വിചാരിച്ചു. നന്ദിനിക്കുട്ടി, വേണ്ട ഉണ്ണിയേട്ടാ, ആരെങ്കിലും കാണും. കണ്ടോട്ടെ. ഏതായാലും ഇതിന്റെ അവസാനം എന്താണെന്ന് എനിക്കറിയാം. എന്താണെന്നറിയാവോ? നിന്നെ ഞാൻ വിവാഹം കഴിക്കും. ശ്രീദേവി തമ്പുരാട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ
എനിക്ക് വിഷമം. ഗുരുവായൂരപ്പൻ എനിക്ക് മാപ്പ് തരുമോ? എനിക്കും വിഷമമുണ്ട്. ബന്ധത്തിൽ അവളെന്റെ മുറപ്പെണ്ണാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ കുട്ടി? എനിക്ക് അവളെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അതിന് നീ എന്തിനാ കരയുന്നത്? പോട്ടെ ഉണ്ണിയേട്ടാ. ഞാനേ ഇല മുറിക്കാൻ വന്നതാ. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ സ്വാമി. ഉണ്ണി എവിടെയാ? പ്രാതൽ കൂടെ കഴിക്കാണ്ട് അവൻ എവിടെയാ തെണ്ടാൻ പോയത്? കർമ്മഫലം. കടലാസം മനസ്സിലൊക്കെ ആയിട്ട് ആനപ്പറമ്പിൽ അലഞ്ഞിരിക്കണ്ടാവും. ഞാൻ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അവൻ ഇഷ്ടമുള്ളപ്പോ വന്നോട്ടെ, ഇഷ്ടമുള്ളപ്പോ പോകട്ടെ. ആ ഓമുണ്ണി അബ്ദുള്ളയെ കണ്ടോ? കണ്ടു. കിഴക്കടുത്ത തേങ്ങ കൊടുത്ത വകയിൽ ഒന്നും ഇങ്ങോട്ട് വരാനില്ല. കടം മേടിച്ച വകയിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലാറുണ്ടേ. 3 പാടത്തെ മിച്ചം നെല്ല് ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും. 10 പറ നെല്ലെങ്കിൽ ഇവിടുത്തെ 10,000-ത്തിലും കാണണ്ടേ? ഇവിടുത്തെ ചെലവിനുള്ള നെല്ലിന് വേണ്ടി പുറത്തു പോകേണ്ടി വന്നാല് ഇക്കുറി കേശവനുള്ള അളവ് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ എന്താ? ഏതായാലും ഗുരുവായൂരപ്പനും കേശവനും ഉള്ളത് മുടങ്ങരുത്. വലിയ കാരണവന്മാരായിട്ടുള്ള മുറയാ. കേശവൻ കണിശമായും ദിവസവും മുഖം കാണിക്കാൻ വരണത് താൻ കാണില്ലേ? ഓലോത്ത ഒരംഗമാ കേശവനും. അവനും എനിക്കും ഏതാണ്ട് സമപ്രായമാണ്. നിലമ്പൂരിന്ന് തന്നെയാ കേശവനും എനിക്കും ബന്ധം. അറിയാം. ഏതാണ്ട് 12 വയസ്സ് പ്രായം. കേശവന്റെ കീഴിൽ നിന്ന് ഞാൻ മാറില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിക്കും, മണ്ണിലുരുളും, കുളിക്കും, ശർക്കരയുണ്ടെയും തിന്നും. വിളിക്കുമ്പോ കാണാത്തതിന് അമ്മ അവന്റെ ചൂരക്കഷായവും കിട്ടും. അറിയോ കോമണി, കേശവന ആ നിധി കാലുകൊണ്ട് തട്ടി എന്നെ കാണിച്ചു തന്നത്. എന്ത് നിധിയെ? നിധി ഒരു പൊന്നും കൂടെ നിറയെ പുതുപ്പണം. ഇന്നും ഗുരുവായൂരപ്പന്റെ വാകച്ചാർത്തിന് അഭിഷേകം നടത്തുന്ന പൊന്നുംകുടങ്ങളിൽ ഒന്ന് അതാ. ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ പൊന്നുംകുടം. ഉണ്ണി, ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ മതിയോ? പിന്നെന്താ ചെയ്യണ്ടേ? ഓലോം കുറച്ചൊക്കെ ക്ഷയിച്ചെങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നോക്കി നടത്തിയാൽ കഴിയാനുള്ള വക ഇപ്പോഴും ഉണ്ട്. ഈ നില തുടർന്നാൽ ഇത് അവസാനിക്കാൻ അധികം നാൾ വേണ്ടി വരില്ല. അതെ, അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. മനസ്സിലായില്ല? ഇല്ല, വേണ്ടതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ബുദ്ധിക്കുറവുണ്ടായിരിക്കും. അമ്മാവനല്ലേ എന്നെ എഴുത്തിനിരുത്തിയത്. കേട്ടോ കൊമുണ്ണി, ഉണ്ണിയുടെ മുനവറ്റ സംസാരം മനമുരുകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ ഇവിടുത്തുകാരനല്ലേ എന്ന് പറയാനാ തോന്നണത്. അമ്മാവൻ ഓണമൂട്ടലുകൾ നിർത്തണം. കീഴടങ്ങളിലേക്ക് ഇനി മേൽ അരി അളക്കരുത്. വഴിപാടുകൾക്കായി വരവും വീതിക്കരുത്. പിന്നെ ഈ പരിചാരകന്മാരും കുന്തക്കാരും ഒന്നും നമുക്കിനി വേണ്ട. പരമ്പരയായിട്ടുള്ള പഴക്കം ഞാനായിട്ട് നിർത്തില്ല, നീയായിട്ടല്ല നിർത്തിക്കൂ. ഇത്ര നാളും ആജ്ഞാപിച്ചില്ലേ, ഇനി ഇളം തലമുറ അപേക്ഷിക്കുന്ന ഒന്ന് അനുസരിക്കണം. ഇക്കാര്യത്തിലൊന്നും നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഒരു ചെറിയ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എവിടെയും പോകണ്ട, അതൊക്കെ കുറച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം മതി. അതെ, അത് തന്നെയല്ലോ. ഓ അടിയൻ അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചോ ആവോ? എന്റെ കാലം ഏതാണ്ടൊക്കെ തീരാറായിരിക്കണം. ശ്രീദേവിയെ ഉണ്ണിയെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായല്ലോ. ഉണ്ണിയേട്ടാ, കാപ്പുടിക്കാൻ വരും. ധിക്കാരി, മനമുരുകുന്നു. നടക്ക, ഇങ്ങോട്ട് പോയാനെ, ഇങ്ങോട്ട് നടക്കാനെ, മുന്നോട്ട് മുന്നോട്ട് നടക്കാനെ.
ബന്ധപ്പെട്ട പയ്യാനെ. ആ ഇനി ഇത്തിരി നേരം കേശവൻ വിശ്രമിച്ചോളൂ. കുട്ടിക്കൃഷ്ണനും രാമേന്ദ്രനും 10 തടി വലിച്ചിട്ട സമയം കൊണ്ട് കേശവൻ എത്ര തടിയാ വലിച്ചെന്നറിയോ? ആ അത് പിന്നെ കേശവൻ എന്തിനും മുമ്പനാണല്ലോ. വലിയ കാരണവരായ പത്മനാഭൻ വിചാരിച്ചിട്ട് നടക്കാത്ത മഹാകാര്യം ഒറ്റയ്ക്ക് സാധിച്ചവനാ കേശവൻ. തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന്റെ കൊടിമരത്തിന് കൊടുത്ത കാട്ടുകുറുന്തോട്ടിയുടെ ഗണ്ടം തടി പുഴയെന്ന് ഒറ്റയെടുപ്പിനെടുത്ത് ക്ഷേത്രനടയ്ക്ക് കൊണ്ടുവച്ചിട്ടേ അവൻ നിന്നുള്ളൂ. മാണിനായരെ ചിന്തയിലേക്ക് ഇറങ്ങാണ്. അമ്മാളുവിനെ കുറിച്ചായിരിക്കും ചിന്ത. അതല്ല ആശാനെ, എന്റെ മൂന്നാമത്തെ സംബന്ധം ഇവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നായിരുന്നു. അവിടെ പോയി രാത്രി തങ്ങിയാലോന്ന് ആലോചിക്കായിരിക്കും. അവളുടെ ഒരു അനിയത്തിക്കുട്ടിയും കൂടി നായര് ഉപേക്ഷിച്ച് അവിടെ നിൽക്കണ്ടെന്ന് കേട്ടു. കണ്ടോ മുതലാളി, തടിയെല്ലാം നിവർത്തി വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം കിടത്തി ഇട്ടിരിക്കുക. എന്നിട്ട് അതിന് പകരം അവന്മാരെവിടെയോ പോയി കിടക്കുക. എടോ താറ്റുണ്ണി, താൻ ചെന്ന് ആ ആനക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മുറുക്കി കൂടാൻ ഇത് കല്യാണ പന്തലൊന്നും അല്ലത് പറഞ്ഞേക്കൂ. ശരി. അല്ല ശരി. എടാ അച്ചു, അച്യുതാ, അച്ചു എന്നാരെയാണ് വിളിച്ചത്? മണിഞ്ഞാലേ അപ്പൊ എന്ത് നിശ്ചയിച്ചു? ഇവിടെ എന്ത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ആ എല്ലാവരും എഴുന്നേറ്റോ. കേട്ടില്ലേ? ഇനി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോണോ? മണിഞ്ഞാലേ ആഞ്ഞങ്ങ് വലിച്ചോളൂ. ഇത് മാണിയല്ല, താച്ചുണ്ണി പണിക്കരാണ്. എടാ താറ്റുണ്ണി, എന്തോ അവരിങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ടോ? വന്നടാ പിള്ളേരെ, പറ വാ. എടോ അച്ചു, കേശവനെ എന്താ അങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നേ? ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടൊന്ന് നിർത്തിയിരിക്കുന്ന കരുതിയത്? മൃഗമാണെന്ന് കരുതി വാക്കുകൾ വായിന്ന് വീഴുമ്പോ അവ വിവരക്കേടാവരുത്. പണം അങ്ങട്ട് എണ്ണി തന്നിട്ടാ ഓരോ നിമിഷവും എനിക്ക് പവൻ കണക്കിനാണ് നഷ്ടം. മനസ്സിലായോ? ആവും വിധം അവൻ ജോലി ചെയ്യുന്നുണ്ട്. എന്താടോ ഈ ആവും വിധം? ആവും വിധം ഈ നിൽപ്പോ പറയും പോലെ ജോലി ചെയ്യണം. മറ്റാനകൾക്കുള്ള ആഹാരമാണോ കേശവന്? മറ്റാനകൾക്കുള്ള ഏക്കമാണോ അവന്? മറ്റാളുകൾ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി ജോലി കേശവൻ ചെയ്യാറില്ലേ? കമ്പ പിടിക്കാൻ പറയടോ. അവൻ ഒന്നും നിന്നോട്ടെ. പറ്റില്ല, അവൻ ആനയാണ്. കമ്പ പിടിക്കടോ. ആര്, ഞാനോ? താനോ? എടോ നായരെ, എന്റെ ഈ മൂത്താം മുതലാളിയെ താൻ അറിയും. തന്റെ ഈ കുഴിയാനയെ കണ്ടിട്ടല്ല ഞാൻ തടിക്കച്ചവടം നടത്തുന്നത്. കേശവ, ഇരുവങ്കടത്ത് ഭഗവതിയുടെ പൂരത്തിന് കോലമെടുക്കാൻ അങ്ങോട്ട് വാ. അന്ന് കാണാം. വേണ്ടി വന്നാൽ അതിനു വേണ്ടി ഇതിനേക്കാൾ വലിയൊരു കൊമ്പനെ ഞങ്ങൾ വാങ്ങിക്കും. അയ്യോ പിടിച്ച മുതലാളി, വാ. തടിയല്ല എന്നെ. അയ്യോ കേശവ അവിടെ നിൽക്കുക. കേശവ കേശവ അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. കേശവ കേശവ നിൽക്കവിടെ. കേശവ നിൽക്കവിടെ. കേശവ നിൽക്കവിടെ. കേശവ എന്ന് എന്റെ ഗുരുവായൂർക്കുള്ള പരാതി പറഞ്ഞു. ദേവസ്വത്തിന് പോയി ക്ഷണിക്കോ? ഞാനും പറഞ്ഞിട്ടുണ്ട്. എനിക്കും ചേർന്ന് പറയാറുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസല്ലേ? ആ, ഇത് മാണിനായര് രാമേന്ദ്ര സാറിന്റെ അവിടെ. സംഗതി എന്താന്ന് വെച്ചാലേ, നമ്മുടെ കേശവ് ഇവിടുന്ന് പിണങ്ങിപ്പോയി. ആ ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്.
ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി നിൽക്കാൻ അപേക്ഷിക്കുന്നു. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ ഈ വഴി പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ ഈ വഴി പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്താ ചെയ്യാ? എടഞ്ഞാ വരുന്നെങ്കിൽ കഴിഞ്ഞു തന്നെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. അവനെ ഉദ്ദേശിക്കുന്നേ അവനൊന്നും ചെയ്യില്ല. എനിക്ക് ഉറപ്പുണ്ട്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. എന്റെ ഗുരുവായൂരപ്പ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ കേശവൻ മടങ്ങി എത്തിയല്ലോ. ഇന്നേ നിനക്ക് രണ്ടുണ്ട് ശർക്കരയാ. എന്തിനാണെന്നറിയാമോ? ആ മൂത്താ മുതലാളിയോട് അങ്ങനെ തന്നെ പെരുമാറണം. കേശവനെ ആക്ഷേപിക്കുന്നതേ ഗുരുവായൂരപ്പനെ ആക്ഷേപിക്കുന്ന പോലെയാ. എന്താ നന്ദിനിക്കുട്ടി, സുഖല്ലേ? അതെ അമ്മാവ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മാവ അമ്മാവ എന്ന് വിളിക്കരുതെന്ന്. ഞാൻ അച്യുതനാരെ കണ്ടപ്പോ നമ്മുടെ കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. നന്ദിനിക്കുട്ടി സമയം കിട്ടിയാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കും. നല്ല കേളവൻ. ചെറുപ്പക്കാർ തമ്മിലൊന്ന് സംസാരിക്കാൻ സമ്മതിക്കും. കോമണിയാരെ അറിഞ്ഞോ കേശവന്റെ ചാവക്കാട്ട വിശേഷം? അറിഞ്ഞല്ലോ അറിഞ്ഞല്ലോ. ഒരു കണക്കിന് അത് നന്നായി. ഇഷ്ടമില്ലാത്ത പണി എടുക്കാണ്ടിരിക്കുക നല്ലത്. അതെ, നമുക്ക് ആ തടിപിടുത്തവും വേണ്ട, ആ കാശും വേണ്ട. മിടുക്കാൻ, കൊച്ചു മിടുക്കാൻ. മുറുക്കാനില്ലേ കയ്യില്? ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇരിക്കുക ആശാനെ. പുകല വടക്കം പോലെയാണ്. ആശാന് പിടിക്കാവോ? സാരല്ലയോ. ഇരിക്കുക അതിനെ കുട്ടി.
ആശാനോട് ഇരിക്കട്ടോ, ഞാനിപ്പോ വന്നേക്കാം. മനമൊരുകുന്നു. ഞാനിവിടെ കിടന്ന് എന്തൊക്കെയോ ഓർത്തുപോയി. അയ്യോ, കോഴി കൂവി. ഞാൻ പോട്ടെ. അത് പാതിരാക്കോഴിയാവും. പൂവൻ കോഴിയാണെന്ന് സമ്മതിക്കാം. ഒരു രാത്രി മുഴുവൻ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണായിരുന്നില്ലേ? എന്നിട്ട് മതിയായില്ലേ എന്റെ ഉണ്ണി രാജാവിന്? എന്താ പറഞ്ഞേ? രാജാവ്, മന്ത്രി, മാപ്പ് പറ. മാപ്പ്. പോട്ടെ. ഇന്നെന്താ മോളെ ഇപ്പൊ നേരത്തെ എഴുന്നേറ്റ്? ഒന്നുമില്ല അച്ഛാ, ഇന്ന് അഷ്ടമി രോഹിണിയല്ലേ, വാഗച്ചാർത്തിന് പോകാനേ. ആരാ വരുന്നു നോക്കൂ. കൂട്ടുകാരാ, നമ്മെ മറന്നോ? അടിയനും കേശവനും അങ്ങനെ മറക്കാൻ വയ്ക്കോ? അച്ഛാ, അടിയൻ നഷ്ടവിരോഹിണിയല്ലേ? അടിയൻ ഭഗവാൻ പറഞ്ഞ ആള് ഈ കുല വാങ്ങി കേശവന് കൊടുക്ക. എനിക്ക് ഇവനെ കാണുമ്പോ ഉള്ളൊരു സന്തോഷം പണ്ടേ പോലെ എന്നും നിന്നെ വന്ന് കാണാൻ തരപ്പെടില്ല കേട്ടോ. ഈ വയസ്സായി, സുഖമില്ല മനസ്സിനും ദേഹത്തിനും. എന്നാൽ എന്നും നിന്നെ കാണുന്നുണ്ട്. മനസ്സിലായോ? അച്ഛന് മനസ്സിലായോ? ഇല്ലേ? എനിക്ക് മനസ്സിലായി. എന്താ? എന്നും മനസ്സിൽ കാണാറുണ്ടെന്ന് അർത്ഥം. അല്ല, എന്നും ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങാൻ വരുമ്പോ കിളിവാതിൽ തുറന്ന് നോക്കി നിൽക്കുന്ന അർത്ഥം. വാടാ കൊച്ചു ഗോപാല. അല്ല, ചെറുളിയോ? വരിക വരിക. തമ്പുരാനെ, എഴുന്നേൽക്കൂ 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 ചാത്തൂട്ടി. എന്താ ചാത്തു, സുഖല്ലേ? ഗുരുവായൂരപ്പന്റെ സഹായം കൊണ്ട് ചോറ് മുട്ടിയിട്ടില്ല. അതേ ഉള്ളൂ. എന്താ ചാത്തൂട്ടിയെ ചിരിക്കണേ? ഓരോന്ന് ആലോചിച്ച് ചിരിച്ചതാ. അന്ന് കളിപ്പന്ത് ഉരുട്ടാനായിട്ട് കേശവന്റെ ഒപ്പം പൗണ്ട് ചുറ്റി ഇവിടുന്ന് വന്നിരുന്ന കാലേ. നല്ല കാലം ഒന്നും ഇനി വരില്ല. കേട്ടു അച്ഛതാ, ഇവനെ ഈ കേശവൻ ഇവിടെ വരുമ്പോ റാ പോലൊരു ചെടുങ്ങനായിരുന്നു. ഓർക്കുന്നു ഓർക്കുന്നു. വിഴമ്പൂർ കോവിലകത്ത് കൊണ്ടുപോയി 2 പുലിക്കുട്ടിയെ നാവ് പിഴുത് സമൂലം ലേഹ്യം വെച്ച് കൊടുത്ത. അന്ന് ഇവനെ പ്രാന്തൻ കേശവൻ എന്നാ വിളിച്ചിരുന്നതേ. അതൊന്ന് മാറാൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ നടയിൽ 2 മണ്ഡലക്കാലം ഭജന വരുത്തിയതാ. ഇരുത്തി ഇരുത്തി ഞാൻ ദേ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കണു. എന്റെ ഗുരുവായൂരപ്പാ. പങ്കൻ വിട്ടിട്ട മറമ്പാടിരിക്കൂ കോമണ്ണി. നീ അന്നില്ല. ഇല്ലെങ്കിൽ ഇല്ല. നിനക്കത് വല്ലതും ഓർമ്മയുണ്ടോ കേശവാ? കൊച്ചു കള്ളാ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മൂത്താശാനെ, ഇത്രയൊക്കെ ബന്ധു അടുപ്പമൊക്കെ പറഞ്ഞല്ലോ, ഒരിക്കലെങ്കിലും ആ മുൻകാലിൽ കൂടെ കേശവൻ ആശാനെ പുറത്ത് കേട്ടിട്ടുണ്ടോ? ആ ഒരൊറ്റ ആശയെ എനിക്കിനി ബാക്കിയുള്ളൂ. നടക്കാത്തതാണെന്നറിയാം, എങ്കിലും മനുഷ്യനല്ലേ, ആശിച്ചു പോയി. ഗുരുവായൂരപ്പനെ ശിരസിലേറ്റാൻ മാത്രമേ കേശവൻ മുൻകാല് ഉയർത്തി കൊടുത്തിട്ടുള്ളൂ. അതും വലങ്കാല്. അത് എനിക്കായിട്ടൊന്ന് ഉയർത്തി കിട്ടിയാൽ ആവൂ. ഇല്ല, കൊതിക്കുന്നില്ല. ഇല്ല, ഈ വയസ്സുകാലത്ത് അതിനെ ആശിക്കുന്നില്ല.
എന്റെ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പാ, എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. മോനെ കേശവ, സന്തോഷായി കേട്ടോ. എന്തായി കണ്ണേ? എന്റെ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പന്റെ മുതല് മോഷിക്ക്. നിന്റെ മോഷണം കേശവൻ തന്നെ കണ്ടുപിടിച്ചു. ഞാൻ നിന്നെ കേശവനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവാ. ബാ മോനെ കേശവ ബാ. ഇപ്പൊ നീ വലിയ ബീരനായി പോയി. ഗുരുവായൂരപ്പന്റെ നേർച്ച പറ്റി വിളിച്ച കള്ളനെ പിടിച്ചോന്നല്ലേ? ഇത് ഞമ്മടെ വക പേച്ചലാണ്. പോലത്തും പറമ്പില തന്നെയാ, തറ്റിക്ക വകയാ. ചന്ദനക്കൂടത്തിന് വരുമ്പം നിന്നേക്കാൾ വലിയൊരു മാല ഞമ്മടെ ഇടും. എന്തോന്നത് കേശവനല്ലേ? നീ പോലീസ് മുറിയിൽ കള്ളനെ പിടിച്ചോണ്ട് കേട്ടല്ലോ. നമ്മളെ വകയായിട്ട് ഒരു നെയ്പ്പായസം കയറി കൊടുത്തേ. ഇങ്ങനെ നോക്കിയേ, പാലൂപ്പള്ളിയിലെ പെരുന്നാള് ഇത്തവണ നമ്മളെ വകയാ. ഒന്ന് ലെവലാക്കണം കേട്ടോ. അന്ന് മാണിനായര് വെള്ളക്കുതിരപ്പുറത്തായിരിക്കും വരിക. മാണിനാരെ ഒന്ന് മുറുക്കിക്കളയാം. തീർത്ത തമ്പരാണ്, ഒന്ന് സഹായിക്കണം. ഗുരുവായൂർ ഊട്ടുവരയിലേക്കുള്ള. നിങ്ങൾ വണ്ടിക്കാരാണോ? അതെ. അപ്പോഴേ ഈ പെരുവഴിയിൽ വണ്ടിട്ടിട്ട് എങ്ങടാ പോയേ? അത് ഒന്ന് ദാഹം തീർക്കാൻ പോയതാ. ഗുരുവായൂരപ്പന്റെ കലവറയിലേക്ക് മലക്കറി കൊണ്ടുപോകുമ്പോ തന്നെ വേണം ദാഹം തീർക്കല്. ആ കേശവൻ അതിന്റെ എതിർപ്പ് കാണിച്ചതാവും. ഇനി
ഇങ്ങനെ സംഭവിക്കില്ല. കേശവ, ആ സാധു കൊല എടുത്തോണ്ട് പോയിക്കോട്ടെ. അയാൾ കുറ്റം സമ്മതിച്ചു മാപ്പ് പറഞ്ഞത് കേട്ടില്ലേ? കൊല എടുത്തോണ്ട് വെക്കോളൂ. ഗുരുവായൂരപ്പന് പിഴയായിട്ട് 1 ഉറുപ്പിക ഇട്ടേ കേട്ടോ. ആ, എടുത്തോണ്ട് വെക്കോളൂ. പാവം പോയിക്കോട്ടെ. കേശവൻ പഴക്കൊതിയനാണെങ്കിലും ആ കൊലയുടെ എണ്ണത്തിനൊന്നും കുറവുണ്ടാവില്ല. പോയിക്കോളൂ. മിടുക്കൻ, മിടുമിടുക്കൻ. നടക്ക. അപ്പോഴേ ഞാനിപ്പം ഇങ്ങോട്ട് എത്തിക്കോളാം. ഒരു ശങ്ക. പാണിനായരേ, വെള്ള കുതിരപ്പുറത്ത് പറഞ്ഞുണ്ട് കേട്ടോ കേശവ? മോനെ കേശവ, വേണ്ട വേണ്ട വേണ്ട, തുടക്കലും തേക്കലും ഒക്കെ കഴിഞ്ഞതാ. കേശവ, മാളിനായരെ ഏലവിടാതെ ഏലവിടാതെ വെള്ളത്തിലിറങ്ങാൻ വലിയ മടിയാ. ഇറങ്ങിയാ പിന്നെ കേറാനും മടിയാ. നടക്കും. എന്താ കേശവ നടക്കാം. പാണിനായരെ, ആ കളവപ്പതിഞ്ഞ് എടുത്തോളൂ. വെള്ളക്കുരപ്പുറത്ത് കയറിയപ്പോ കളഞ്ഞിട്ടുണ്ടാവും. അയ്യോ, കാണാനില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. അയ്യോ, രക്ഷയാവോ പാണിനായരെ? ഇല്ല, ഞാനേറ്റു ഉപ്പേറ്റില്ല. എനിക്കിത് പങ്കില്ലേ? നടവണക്കാന് എന്ത് നല്ല കുറിയാ. എന്ത് നല്ല കുറിയാ. ഭഗവാനെ, എന്നൊന്നും ചെയ്യില്ലേ കേശവ? മണ്ണേരെ ഒന്ന് നിൽക്കുമോനെ, ക്ഷമിക്കുമോനെ. അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കുമോനെ.
കേശവ വെറുതെ അല്ല നിന്നെ ഭ്രാന്തൻ കേശവൻ എന്ന് വിളിച്ചിരുന്നത്. ഒരിക്കൽ കൂടെ നിന്നെ നടയിൽ അതിനെടുക്കണം. അയ്യോ ഇത് പൊന്നു കേശവ എന്നെ കൊല്ലല്ലേ. അയ്യോ പൊന്നു കേശവ എന്നെ കൊല്ലല്ലേ കേശവ. അയ്യോ എന്റെ കൃഷ്ണ സന്താനത്തിലെല്ലാം കൂടി സന്താന ഗോപാലാണ്. എന്നെ ഇവപ്പൊ കൊല്ലും. എന്റെ ഭഗവാനെ കൃഷ്ണ ഞാൻ തുലാഭാരം കഴിച്ചോളാമേ. എന്നെ നെറ്റിക്കലെ ദേപ്പല്ലേ കൊല്ലും. കേശവ കേശവ കൊല്ലല്ലേ കേശവ. കേശവ 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 ഞാനാ പറയുന്നത്. നഷ്ടമടക്കാനേ നഷ്ടമടക്കാനേ കേശവ. നിന്നോടാ ഞാൻ പറയുന്നത്. നടമടക്കാനേ അപ്പോഴും നിന്നാനേ ആ ചുടന് നിന്നെ നിർത്താൻ കഴിയാതെ പറ്റി തുമ്പി കിട്ടാനേ കേശവ ഞാനാണ് പറയുന്നത്. നടമടക്കാനേ നടമടക്കാനേ. വലിയ തോട്ടി കൊണ്ടൊരു പ്രയോഗമുണ്ട്. നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് കേശവ. നീ നേരിട്ടിരിക്കില്ലേ? ഞാൻ നേരിട്ടിരിക്കില്ലേ? ഞാനാണ് പറയുന്നത് കേശവ. എന്നെ പൊട്ടുമുട്ട കേശവ. ഞാൻ ചവിട്ടടാ കേശവ ചവിട്ട്. അച്ചു പേടിച്ചു മാറുമെന്ന് നീ വിചാരിച്ചോ? ഇല്ല, നിന്റെ ചവിട്ടുകൊണ്ട് എനിക്ക് മരിക്കണവടാ. ചവിട്ടടാ കേശവ ചവിട്ട്. ഉറക്കത്തിൽ നിന്റെ ഓർമ്മ നെഞ്ചിൽ നിറച്ചോണ്ടിരിക്കുന്നവനാടാ ഞാൻ. മരിക്കുമ്പോഴും നിന്റെ ഓർമ്മ നെഞ്ചിൽ നിറച്ചോണ്ട് മരിക്കണവടാ. ചവിട്ടടാ കേശവ ചവിട്ട്. കുട്ട കുട്ട എന്റെ പൊന്നു കുട്ട, നീ കരയാണോ? നിന്റെ കണ്ണുനീരാണോ എന്റെ നെഞ്ചു വീണത്? കുട്ട കുട്ട ഞാനിതെങ്ങനെ സഹിക്കും കുട്ട? മാപ്പ് തരൂ. ഉണ്ണേട്ടാ, ഈ ആഴ്ചപ്പതിപ്പില് ഉണ്ണേട്ടന്റെ ഫോട്ടോയും കവിതയും വന്നിട്ടുണ്ട്. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി ഈടെയായിട്ടൊന്നും കാണാറേ ഇല്ലല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും, അതുകൊണ്ടാ വരാത്ത. ഒന്നും ചെയ്യാൻ ഇല്ലാത്തതാണ് എന്റെ വിഷമം.
ആരോടെങ്കിലും കുറെ സംസാരിക്കാൻ കൊതിയായി തുടങ്ങി നന്ദിനി. അച്ഛൻ അതേ സമയം പൂജാമുറിയിലായിരിക്കും. ഉണ്ണിയേട്ടനാണെങ്കിൽ വീട്ടിലിരിക്കാറേ ഇല്ല. ഞാൻ വരട്ടെ നന്ദിനിക്കുട്ടി. അവിടെയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എടി പാർവതിക്കുട്ടി, നീ അങ്ങ് വലുതായല്ലോടി. ഈ പെണ്ണുങ്ങളുടെ ഒരു വളർച്ചയെ കണ്ടു നിൽക്കെ ഏറി അങ്ങോട്ട് കൊടുക്കും. സമയായിരിക്കണോ? എന്തിനാന്നറിയോ? സംബന്ധത്തിനേ. ഇവിടെ ഒരുത്തി നിപ്പുണ്ട്. ഓവാ, എന്താണാവോ? എന്താണെന്ന് അറിയില്ലേ? എന്റെ അമ്മാളോ, നീയൊന്ന് പോയിട്ട് ആ മീനൊന്ന് കഴുകി ശരിയാക്കി അടുപ്പത്ത് കയറ്റാൻ നോക്കണ്ടോ? കേറ്റു. അതിനെ ഉപ്പും മുളകൊക്കെ വേണം. കിട്ടുന്നത് കള്ളിനും കഞ്ചാവിനും കൊടുത്താ പോരാ. ഓ, ഇവിടെ ഞാൻ ആനപ്പിണ്ട വാരി വെണ്ണീറാക്കി ഈ കുടുംബത്തേക്ക് വല്ലതും കിട്ടണത്. അത് നീ അറിയണ്ടോ? പാവം. അതേ, നാട് മുഴുവനും നടന്ന് സംബന്ധം നടത്തുമ്പോ ഓർക്കണം. നിനക്കത് പ്രാന്തന്നെയാ. കാട്ടിലേക്ക് അയക്കണം. ഇങ്ങനെ കുറുമ്പ് കൂടിയാലേ എനിക്ക് ചെറുതോട്ടുണ്ടൊരു പ്രയോഗമുണ്ട്, അത് മറക്കണ്ട. എന്താണോ ഒരു ബഹളം? ആരത്? താജുണ്ണി പണിക്കരോ? ഇപ്പൊന്നും കാണാറില്ലല്ലോ. മൂതാമൂലാളി കൂടെ ഇല്ലേ? കാണും. നിഴലുള്ളപ്പോ രൂപം കാണുമല്ലോ. അപ്പഴേ മാണിയാരേ, തിരുവനന്തപുരത്ത് അമ്മയുടെ ഉത്സവമാ. അതിന് ആനയെ ഒന്ന് ഏർപ്പാട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, പിന്നെ ദേവസ്വത്തിൽ ചെന്നപ്പോ അന്നത്തെ ദിവസം 8 ബുക്കിംഗ്സാ കേശവൻ. അന്ന് നമുക്ക് കേശവനെ വേണ്ടാന്നും അതിനേക്കാൾ വലിയ ഒന്നിന് വാങ്ങിച്ച് നിർത്താന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ? ഞാനത് തമാശ പറഞ്ഞല്ലോ. എന്തായാലും നമുക്ക് ആനയെ ഒന്ന് ഏർപ്പാടിക്കണം. അതിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ തരാവുന്നേ. എല്ലാം നമുക്ക് ശരിയാക്കാം. ഒന്ന് പറ എന്റെ അമ്മാളൂ. അപ്പഴേ ആ ആനയുടെ അടുത്ത് മാറുന്നുള്ളൂ. അച്ഛനില്ല സമയം. താനങ്ങനെ വരട്ടാതെ. കേശവനെ എനിക്കും അറിയാം, എന്നെ കേശവനും അറിയാം. ഇത് കണ്ടോ? ഇതിരിക്കട്ടെ. വാങ്ങിച്ചോ? വേണ്ട വേണ്ട. എന്റെ സന്താനഗോപാല, അച്ഛനാരില്ലാത്ത സമയമല്ലേ. അച്ഛനാർ അറിയണ്ട. ഇങ്ങോട്ട് നോക്കൂ. മാണിയാർക്കും തുമ്പിക്കയുണ്ടോ? തമാശേ കേശവൻ. പിന്നെ കേശവ, ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടില്ല. മാനക്കേട് വരുത്തരുത്. എനിക്ക് മാനഹാനി ഉണ്ടാക്കരുത്. അയ്യോ, താൻ നോക്കി ചിരിക്കാണോ? കേശവനോട് ഒന്നും പറയണോ? കേശവൻ തമാശ കളിക്കാണ്. അയ്യോ, എടോ സന്താനഗോപാലം, പിന്നെ ഒരു കാര്യം, എനിക്ക് ദേഷ്യം വരും. പിന്നെ കേശവനാണ് താനാണെന്ന് നോക്കത്തില്ല. കേശവൻ എന്തെങ്കിലും പറ്റിയെന്ന് എന്നോട് പറയരുത്. അയ്യോ അയ്യോ, എടോ മതിയാരെ, താൻ നോക്കിക്കോ. കേശവന്റെ മുണ്ട് ഞാനും അഴിക്കും. നോക്കിക്കോ. അയ്യോ അയ്യോ, എന്റെ പൊന്നു കേശവ, എന്റെ മുണ്ടിങ്ങ. എടോ നോക്കി നിൽക്കാം. എന്റെ മുണ്ടിങ്ങ് മേടിച്ചു തരാൻ. അയ്യോ, ഞാൻ മുണ്ടിങ്ങ് തരാൻ പറ. കേശവ, വാങ്ങിയ പണം എന്താ തിരിച്ചു കൊടുക്കണു? ആ മുണ്ടും കൊണ്ട് കൊടുക്ക. ഞാൻ മുണ്ടിങ്ങ് തരാൻ പറ കേശവ. എന്റെ പൊന്നു കേശവ, എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിനക്ക് കൈക്കൂലി തന്നത്. എന്നോട് ക്ഷമിക്കും. ശരി, ഇനി ഞാൻ പോട്ടെ. എന്റെ ഗുരുവായൂരപ്പ. എന്റെ അമ്മായിയമ്മയുടെ മനമാ ഒരുങ്ങണം. 8ാം മാസത്തിൽ പെറ്റെടുത്ത് റോഡിലേക്ക് ഇട്ടേക്ക മറ്റുള്ളവര് ശല്യം ഉണ്ടാക്കാനായിട്ട്. വല വലാദികൾ ഇങ്ങനെ ഉണ്ടോ? അച്ഛനാരില്ലേ ഇവിടെ?
നന്ദിനിക്കുട്ടി, ഞാൻ എവിടെന്നാ വരണേന്നൊന്ന് പറയാമോ? വല്ലാത്ത ദാഹം, ഒരു കൊണ്ട് വെള്ളം കൊടുത്തോളൂ ആദ്യം. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരിക. നിനക്ക് ഞാനൊരു 1-ാം തരം സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് പറയാ എന്തായിരിക്കും. സാധിക്കില്ല. നല്ല 1-ാം തരം കോഴിക്കോടൻ അലുവ. കോഴിക്കോടൻ അലുവ എന്ന് പറയുമ്പോ നീ വിചാരിക്കും കറുത്തലുവയാന്ന്. അല്ല, നല്ല ചൊകചൊകാന്നിരിക്കുന്ന ചുമന്ന അലുവ. ഐശ്വര്യമായിട്ട് വന്ന് 2 കൈയും നീട്ടി അതങ്ങോട്ട് മേടിച്ചോളാം. പിന്നെ അതിനു മുമ്പ് ഒരു കൊണ്ട് വെള്ളം കൊടുത്തോളൂ. എനിക്ക് വല്ലാത്തൊരു പരദാഹം. ഞാനിപ്പൊ കൊണ്ടുവരാം. ചതിച്ചോ? അത് മുഴുവൻ തിന്നു തീർത്തല്ല അശ്രീകരം. ഞാൻ എന്ത് പാടും പെട്ട് തേക്കാട്ടിന്ന് മേടിച്ചോണ്ടാ പോർന്ന് കൊതിയാ. എടാ, കേശവനെ കണ്ട് പഠിക്കണടാ. അവൻ അന്യന്റെ ഒരു മുതൽ കൈ കൊണ്ട് തൊടൂല, അറിയാമോ നിനക്ക്? നന്ദിനിക്കുട്ടി, നീ അകത്തില്ലെങ്കിൽ ആ വിവരമെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്കാമായിരുന്നില്ലേ? നീ വരുന്നവരെ ഞാൻ ഇപ്പോഴത്തെ തന്നെ ഇരിക്കാൻ പോവാ. നീ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് വരും, പറഞ്ഞേക്കാം. വരണ്ട സ്വീകരം. ഇയാള് ചത്താലും പ്രേതമായിട്ട് ആനപ്പറമ്പിൽ തന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ അമ്മായിയമ്മയുടെ മനം. ഈ ആധാരം മറ്റൊരാളെ കൂടെ കാണിച്ചിട്ടായി കൂടെ അതല്ലേ നല്ലത്? തമ്പുരാനെ, 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 നമ്മുടെ കേശവന് കിട്ടി, കേശവന് കിട്ടി ഗജരാജപട്ടം. ഗജരാജപട്ടം! കൃഷ്ണ ഗുരുവായൂരപ്പ, ഇതിൽ പരം ഒരാനന്ദമുണ്ടോ? ഒരു അപൂർവ പദവി കേശവന് ലഭിച്ചിരിക്കുന്നു. കേശവന്റെ മഹിമയും സേവനവും സ്വഭാവവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ദേവസ്വം കൽപ്പിച്ചു നൽകിയ ഒരു സ്ഥാനമാണിത്. അതിനർഹൻ കേശവൻ തന്നെ. ശ്രീദേവി,
നന്ദിനിക്കുട്ടി, നാളെ ഞാനൊന്ന് എറണാകുളം വരെ പോവാ. ഒരു ചെറിയ ജോലി കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്. പോയിട്ട് എപ്പോഴാ വരിക? 2-3 ദിവസത്തിനകം വരും. 2-3 ദിവസം നിന്നെ കാണാണ്ട് എങ്ങനെയായിരിക്ക? ഈ ജോലി തരായാൽ രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു വന്ന് എന്റെ നന്ദിനിക്കുട്ടിയെയും കൊണ്ട് ഉണ്ണിയേട്ടാ, ധൈര്യം സംഭരിച്ചോളൂ കുട്ടി, ഇത് നടക്കും. അങ്ങ് അകലെ പ്രകൃതിയുടെ ഒഴിഞ്ഞ കോണിൽ നമുക്കൊരു കൊച്ചു വീട്, ചുറ്റും വെളുത്ത മന്ദാരപ്പൂക്കൾ മാത്രം. അവിടെ പരാതിയില്ല, പരിഭവമില്ല. ഉഷസ്സിൽ നിന്റെ മുഖം കണ്ട് ഞാൻ ഉണരും. അന്ത്യയാമത്തിൽ ഈ മുഖം കണ്ട് ഞാൻ ഉറങ്ങും. മാളൂര് നിന്നെ നന്ദിനിക്കുട്ടി തമ്പുരാട്ടി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്നെ ഉണ്ണിനായിരുന്നു. ആരെന്തു വിളിച്ചാലും ഒന്നു തന്നെയാ കുട്ടി. നന്ദിനിക്കുട്ടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. ഗുരുവായൂരപ്പ, ഉണ്ണിയേട്ടന് നല്ലത് വരുത്തണേ. ഭഗവാനെ, ഞാൻ എന്തായി കാണണേ? ഓമണ്ണ നായരെ, കോലോത്തി എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. നന്ദികേട് കാണിക്കരുതല്ലോ. തമ്പുരാനെ, സംഭവിച്ചു കൂടാത്ത എല്ലാം സംഭവിച്ചു. മനസ്സറിയാതെ പറ്റിയതാണേ. ഓർക്കാപ്പുറത്ത് വന്ന തെറ്റെല്ലാം പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അളിയന് മാപ്പ് തന്നു ഒന്നും പറയൂ തമ്പുരാനെ. എന്നിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ശിക്ഷിച്ചോളൂ. വേദന ഒന്നിനു പുറകെ ഒന്നായിട്ട് അളിയനെ കൊല്ലാതെ കൊല്ലുകയാണ്. ഇവിടുന്ന് അറിഞ്ഞു കാണുമോ, മാളയിലെ ആനപ്രദർശനത്തിന് പോയ കേശവന് 1ാം സമ്മാനം കിട്ടിയില്ല. കാണരുതാത്തതൊക്കെ കാണുന്നു, കേൾക്കരുതാത്തതൊക്കെ കേൾക്കുന്നു. കണ്ണടയ്ക്കാം, കാതടയ്ക്കാം, കരളടയ്ക്കാൻ പറ്റുമോ അച്ഛൻ? എല്ലാം കൊണ്ടും അച്യുത, നാം തുല്യ ദുഃഖിതരാണ്. തമ്പുരാനെ, അച്യുത. ആ, നിങ്ങൾ വന്നോ? ആദ്യമായിട്ട് നീ തോറ്റു അല്ലേ കേശവ? നിനക്കും വിഷമം കാണും. അവനെല്ലാം കൊണ്ടും വിഷമം. മൂത്താശാന്റെ മരണം, നന്ദിനിക്കുട്ടിയുടെ ഇപ്പതാ മാളയിലെ. അത് പോട്ടെ, മോൻ എന്താ ഇവിടെ നിന്ന് കളഞ്ഞേ? നന്ദിനിക്കുട്ടി ഇവിടെ ഇല്ലെന്നറിയില്ലേ? ആ, പതിവായിട്ടുള്ള ശർക്കര തുള്ളിനാണെങ്കിൽ നോക്കാം. എന്റെ കേശവ, നീ ഈ മുറ മാറ്റണം. ഇതൊക്കെ വേണ്ടാത്ത ശീലങ്ങളാ. നെല്ലിക്കോളം ശർക്കര കിട്ടിയാൽ നിനക്ക് വലുതും ആയോ? വേണ്ടേ? വേണ്ട, അവള് വന്നിട്ട് ഇനി തിന്നാ മതി. എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ നടക്കട്ടെ നടക്കട്ടെ.
എന്താ അത് കേശവ? എന്തു പറ്റി? നാരനാരെ ഇത് എന്താ കഥ? കഴിഞ്ഞ കൊല്ലത്തെ ഏകാദശി കൊടുക്കാൻ എന്റെ മോള് ആറ്റ് നോറ്റ് വാങ്ങിയതാ. ഇക്കൊല്ലത്തെ ഏകാദശിയും മുറ്റത്തെത്തിയിരിക്കണു എന്റെ മോളെ. എന്താ അത് കേശവ? ഇങ്ങനെ കുട്ടികളെ പോലെ കരയേ? നന്ദിനിക്കുട്ടി നിന്നെ കാണാൻ വരാതിരിക്കോ? അച്ഛനാർക്കും വേഗം ഭേദാവട്ടോ? എല്ലാവർക്കും മനോവേദനയാ. നമ്മുടെ കേശവൻ വല്ലാത്ത വിഷമത്തിലാ. ഒരു ശീലായ്മ. ഇതെന്തൊരു ഇരിപ്പാ. ഒന്ന് മെല്ലെ എണീറ്റ് ചായപ്പിടിയിലേക്ക് വരുന്നുണ്ടോ? പഴനാല് പൊക്കോളൂ, എനിക്കൊന്നും വേണ്ട. എന്നാ ഞാൻ പോയി വലിയ വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് വയ്യാടോ, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോക്കും കേശവനും ഒന്നും വരുത്തല്ലേ കൃഷ്ണ. ഭഗവാനേ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. എനിക്ക് എനിക്ക് തടിടത്ത് അല്ല വലുത്, നീയാണ്. അവിടെ വെക്കടോ. എന്റെ അച്ഛനാരെ ഇങ്ങനെ കുത്തിയിരുന്നാലോ? വീട്ടിൽ പോയി കിടത്ത് ഉറങ്ങിക്കൂടെ? തപസ്സിലെന്ന പോലെ ഈ നില കണ്ടിട്ട് എങ്ങനെയാ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക? അവൻ ഭജിക്കുകയാണ്. അല്ല, കേശവൻ ഇനിയും വെള്ളം കുടിച്ചില്ലേ? ഇനി നിന്റെ വ്രതവും ഉപവാസവും ഒക്കെ നിർത്തിയിട്ട് ഒരിറ്റ് വെള്ളം കുടിക്കണ്ട മോനെ. ഗുരുവായൂരപ്പ, അപ്പൊ ശുദ്ധി വരുത്തുകയാണേ. എഴുന്നേൽക്ക് മുമ്പുള്ള പതിവാണ്. ഒരിറ്റ് വെള്ളം കൂടെ കുടിയല്ല മോനെ. നീ വെള്ളം കുടിച്ചില്ലെങ്കിൽ അച്ചു നിന്റെ മുമ്പ് തല തലത്തിൽ ചാവും. എന്റെ മോനനുസരിക്കും. ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പന്റെ കളഭം. ഗുരുവായൂരപ്പാ, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. ഇന്നിക്കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു,
അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു. ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞിരിക്കുന്നു. ഗുരുവായൂർ ഏകാദശി ദിവസമായ ഇന്നാണ് കേശവൻ ഭഗവത്പാദം പൂകിയത്. കേശവൻ കേശവ ഉണ്ണി Thank you.